പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കടുത്ത ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും 5 വർഷങ്ങൾ, പഠനത്തിനപ്പുറം ചിന്തിക്കാനാവാത്ത സമ്മത്സരങ്ങൾ, മെഡിക്കൽ കോളേജ് ക്യാമ്പസിനപ്പുറത്തുള്ള ലോകത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലായിരുന്നു. ഷാക്കിർ നാടും വീടും മറന്നു. തനിക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്ന മനുഷ്യൻ ബിസിനസ്സിൽ തകർന്നു. അദ്ദേഹത്തിൽ നിന്നുള്ള സഹായം നിലച്ചു. അത് കാരണം ഹസൻ ഉസ്താദുമായുള്ള ബന്ധവും കുറഞ്ഞു. ഇനി ബന്ധങ്ങളെല്ലാം പഠനം കഴിഞ്ഞിട്ട്. റൂമിൽ കൂടെ താമസിക്കുന്നവർ സൗഹൃദരായിരുന്നു, സമ്പന്നരും. ഷാക്കിറിൻ്റെ കഥ കേട്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. പഠനകാര്യങ്ങളിൽ ഷാക്കിർ അവരെ സഹായിക്കുകയും ചെയ്തു. സ്കോളർഷിപ്പ് കൊണ്ട് അത്യാവശ്യം ചെലവുകൾ നടന്നു പോകും. പിന്നീട് വരുന്നത് റൂംമേറ്റ്സിൻ്റെ സഹായത്താൽ നടന്നു കിട്ടി. ഒരു ദിവസം പോലും പാഴാക്കിയില്ല. കടുത്ത ത്യാഗം സഹിച്ചു. പരീക്ഷകളെല്ലാം കഴിഞ്ഞു. ഉയർന്ന മാർക്കോട് കൂടി ഷാക്കിർ പാസ്സായി. ഡോക്ടർ ഷാക്കിർ. സർക്കാർ സർവീസിൽ ഡോക്ടർമാരെ എടുക്കുന്ന സമയമാണ്. ഷാക്കിർ അപേക്ഷ അയച്ചു. എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവും നടന്നു. നിയമനവുമായി. ടൗണിലെ സർക്കാർ ഹോസ്പിറ്റലിൽ ഷാക്കിർ ചാർജ് എടുത്തു. താൻ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നതായി ഡോക്ടർ ഷാക്കിറിന് തോന്നി. സംവത്സരങ്ങളുടെ കഷ്ടപ്പാടും കഠിനാധ്വാനവും തന്നെ ഇവിടെ എത്തിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ ജീവിതം തന്നെ ആകപ്പാടെ മാറ്റിക്കളഞ്ഞതായി ഷാക്കിറിന് തോന്നി. പഴയ മുഖങ്ങളെക്കുറിച്ച് ഓർക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ എല്ലാ മുഖങ്ങളും ഓർക്കുന്നു. മദ്രസയിലെ ഹസൻ ഉസ്താദ്, മുദരിസിൽ അബ്ദുസ്സലാം മുസ്ലിയാർ, LPG സ്കൂളിലെ അധ്യാപകർ, കൂടെ പഠിച്ച കൂട്ടുകാർ, സ്നേഹം നൽകിയ നല്ല മനുഷ്യർ, എല്ലാവരെയും പോയി കാണണം. പഴയ ബന്ധങ്ങൾ പുതുക്കണം. 2-3 മാസം കൂടുമ്പോഴാണ് വീട്ടിൽ പോയിരുന്നത്. സലീം മോനെയും ഉമ്മയെയും കണ്ട് ഉടനെ മടങ്ങുകയും ചെയ്യും. മറ്റാരെയും കാണാൻ ശ്രമിച്ചില്ല. നേരവും ഇല്ലായിരുന്നു. വീട്ടിൽ പോകണം, ഉമ്മയെ കാണണം, ശമ്പളം കിട്ടട്ടെ. 1 മാസം കടന്നുപോയി. ആദ്യ ശമ്പളം കിട്ടി. നാട്ടിലേക്ക് ബസ് കയറി. ഇതാ പഴയ ഷാക്കിർ തിരിച്ചു വരുന്നു. എല്ലാവരെയും കാണാനുള്ള ആവേശത്തോടെ വരുന്നു. ലാബിലും ഓപ്പറേഷൻ തിയേറ്ററിലും രോഗികളുടെ വാർഡിലും തളക്കപ്പെട്ടിരുന്ന തൻ്റെ ജീവിതം അന്നെനിക്ക് എൻ്റെ നാടിനെ ഓർക്കാനായില്ല. ഇന്ന് ഞാൻ എല്ലാം ഓർക്കുന്നു. നാട്ടിലെത്തി ബസ്സിറങ്ങി നേരെ വീട്ടിലേക്ക് നടന്നു. മനസ്സ് വല്ലാതെ താളം തെറ്റുന്നു. സലീമൻ മുറ്റത്തിരുന്ന് വായിക്കുന്നു. ഉമ്മച്ചി, ഇക്കാക്ക വരുന്നു. സലീമൻ്റെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം. ഉമ്മ അടുക്കളയിൽ നിന്ന് ഓടിയെത്തി. കരി പിടിച്ച തുണിയും ഉടുപ്പും. മോനെ, സുഖമാണോ? ഉമ്മക്ക് കിതക്കുന്നു. സുഖമാണുമ്മ. ഇക്കാക്ക, ഈ വീടൊക്കെ ഒന്ന് മാറ്റണം. ഒരു ഡോക്ടറിൻ്റെ വീടല്ലേ, അതിൻ്റെ ഗമയൊക്കെ വേണ്ടേ? സലീമോൻ പറഞ്ഞു. മോനെ, നീ ഗമയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോടാ? ഡോക്ടറുടെ അനിയനെന്ന ഗമയിലല്ലേ എൻ്റെ നടപ്പ്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇക്കാക്കയെ കാണാൻ വരും. മോൻ വാ, നമുക്കൊന്ന് മദ്രസ വരെ പോവാം. എന്തിന് ഇക്കാക്ക? ഹസൻ ഉസ്താദിനെ ഒന്ന് കാണണം. ഏത് ഹസൻ ഉസ്താദ്? ഹസൻ ഉസ്താദിനെ നീ മറന്നോ? ഓ, മനസ്സിലായി. മൂപ്പര് ഇപ്പോൾ ഇവിടെയില്ല. ഹസൻ ഉസ്താദ് ഇവിടെ ഇല്ലേ? മൂപ്പര് പിരിഞ്ഞു പോയിട്ട് കാലം എത്രയായി ഇക്കാക്ക? നീ എന്നെ അക്കാര്യം അറിയിച്ചില്ലല്ലോ സലീമേ. ഷാക്കിറിൻ്റെ സ്വരത്തിൽ കടുത്ത ദുഃഖം. ഇക്കാക്ക, മദ്രസയിൽ ഉസ്താദുമാർ വരും പോകും. നാട്ടിൽ അതൊന്നും ഒരു സംഭവമല്ല. ഹസൻ ഉസ്താദിൻ്റെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹത്തോട് നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. എന്തോ എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ആർക്കറിയാം ഇക്കാക്ക. നീ മദ്രസയിൽ പോവാറില്ലേ? 5ാം ക്ലാസ്സിൽ പാസ്സായപ്പോൾ നിർത്തി. അതെന്തേ? മദ്രസയും സ്കൂളും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പ്രയാസം. പെട്ടെന്ന് ഉമ്മ ഇടപെട്ടു. പഠിപ്പ് നിർത്താൻ അവന് ഒരു കാരണം കിട്ടി. ഉടനെ നിർത്തി. സ്കൂളിൽ നിൻ്റെ പഠിപ്പെങ്ങനെയുണ്ട്? എല്ലാം DPP. അനുജൻ്റെ സംസാരം ഷാക്കിറിനെ അസ്വസ്ഥനാക്കി. മോനെ വാ, നമുക്ക് പള്ളിയിലൊന്ന് പോകണം. എൻ്റെ കൂടെ വാ. എന്തിനാ ഇക്കാക്ക? നീ വാ മോനെ. സലീം എഴുന്നേറ്റു. ഇക്കാക്കയുടെ കൂടെ നടന്നു. ഉമ്മ, ഞങ്ങളിപ്പോൾ വരാം. സഹോദരങ്ങൾ ഒപ്പം നടന്നു. മോനെ, നീ നല്ലതുപോലെ പഠിക്കണം. നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം. നിന്നെ ഞാൻ പഠിപ്പിക്കും. എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കും. ഇക്കാക്ക, എനിക്ക് വേണ്ടി എത്ര പണവും ചിലവാക്കുമോ? എന്താ സംശയം? ഇക്കാക്ക, ഒരു 75,000 ചിലവാക്കണം.
എന്തിനാ മോനെ? 75,000 കൊടുത്താൽ ഒരു വിസ കിട്ടാനുണ്ട്. വേണ്ട മോനെ, നീ പഠിക്ക്. ഇക്കാലത്ത് സഹോദരങ്ങൾക്കും അസൂയയാണ്. അതെന്താ മോനെ? ഞാൻ നന്നാവുന്നത് ഇക്കാക്കക്ക് അസൂയ. സലീമിൻ്റെ സംസാരം ഷാക്കിറിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. അവർ പള്ളിയിലെത്തി. ചെറിയ താടിയും തലപ്പാവുമുള്ള ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്നിറങ്ങിപ്പോകുന്നു. കയ്യിൽ ഒരു ഡയറിയുമുണ്ട്. ഇക്കാക്ക, ആ പോകുന്ന ആളാണ് ഇവിടുത്തെ മുദരിസ്. ഷാക്കിർ ഞെട്ടി. ഷാക്കിർ പള്ളിയിൽ പ്രവേശിച്ചു. പ്രായം ചെന്ന മുക്രിയെ കണ്ടു. അയാൾ ഷാക്കിറിനെ തിരിച്ചറിഞ്ഞു. മോനെ, എപ്പോൾ വന്നു? ഞാൻ കുറച്ചു നേരമായി. നമ്മുടെ ഉസ്താദ് പോയോ? എത്ര കാലമായി? അക്കാലമൊക്കെ പോയി മോനെ. ഉസ്താദും പോയി, കുട്ടികളും പോയി. 3 കൊല്ലമായി ഇന്നേക്ക്. നോക്ക്, ഇപ്പോൾ മുതാലിമീങ്ങൾ എത്രയെന്നറിയോ? 5 മതി. ഓടലും ചാടലും മരം കയറലും സഹിക്കാൻ വയ്യ മോനെ. ഉസ്താദാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, എപ്പോഴും പ്രസംഗവും പരിപാടിയും. ഷാക്കിർ വല്ലാതെ അസ്വസ്ഥനായി. നാട്ടിൽ കാര്യങ്ങളെല്ലാം താറുമാറായി കിടക്കുന്നു. നാട്ടിൽ താമസിച്ച് ഇതൊക്കെ നേരെയാക്കണം. നാടിനു വേണ്ടി പലതും ചെയ്യാനുണ്ട്. ഒന്ന് ഒരുങ്ങി വരണം. 4 ദിവസം നാട്ടിൽ താമസിക്കാമെന്ന് കരുതിയാണ് വന്നത്. ഇന്ന് തന്നെ മടങ്ങുന്നതാണ് ഭംഗിയെന്ന് തോന്നുന്നു. ഇതിനടുത്ത പ്രദേശത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങണം. എന്നിട്ട് വേണം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. ഷാക്കിർ അന്ന് തന്നെ ടൗണിലേക്ക് മടങ്ങി. ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തുമ്പോൾ രാത്രിയായി. മനസ്സിൽ നിരാശ മാത്രം. ഹസൻ ഉസ്താദിനെ ഇടയ്ക്കൊക്കെ പോയി കാണേണ്ടതായിരുന്നു. തന്നെക്കുറിച്ച് എന്തു കരുതി കാണും? നന്ദി കെട്ടവനെന്നോ? അദ്ദേഹം തന്നെ കാത്തിരുന്നു കാണും. കാത്തിരുന്ന് നിരാശ തോന്നിയോ? സമയം കിട്ടിയില്ല ഉസ്താദെ. ഈ വിനീത ശിഷ്യനോട് പൊറുക്കണേ. ഞാൻ ഇന്ന് ഡോക്ടറാണ്. എന്നെ ഡോക്ടറാക്കിയത് നിങ്ങളാണ്. എൻ്റെ മനസ്സിൽ കടപ്പാടിനെക്കുറിച്ചുള്ള ബോധമുണ്ട്. അബ്ദുസ്സലാം ഉസ്താദിനെയും കണ്ടില്ല. എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച 2 പണ്ഡിതന്മാർ. ഞാൻ ഡോക്ടറായി പുറത്തു വരുമ്പോൾ നിങ്ങൾ 2 പേരും എന്നെ സ്വീകരിക്കുന്ന രംഗം ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. അഭിവന്ദരായ ഉസ്താദുമാരെ, ആ രംഗം അരങ്ങേറിയില്ല. നാട്ടിലും വീട്ടിലും നിരാശ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. കടുത്ത ദുഃഖവുമായിട്ടാണ് ഞാൻ മടങ്ങിയത്. ഞാൻ പള്ളിയിൽ പോയി. എൻ്റെ കൂടെ പഠിച്ച ഒരാളെപ്പോലും കാണാൻ കഴിഞ്ഞില്ല. 5 വർഷം കൊണ്ട് എത്രയോ മാറ്റങ്ങളോ. എന്തിന് ഡോക്ടറാവാൻ പോയി എന്നുവരെ തോന്നിപ്പോയി. നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഒന്നിച്ചു കഴിയണമെന്നാഗ്രഹിച്ചിരുന്നു. അതൊന്നും ഇനി നടക്കില്ലല്ലോ. പോയ നാളുകൾ ഇനി എങ്ങനെ തിരിച്ചു വരാൻ?